നമസ്കാരം. എഡ്യൂക്കേഷൻ ടുഡേയോടൊപ്പം ഇന്നുള്ളത് പ്രശസ്ത ഹ്യൂമൻ ഇന്നേറ്റ് അനലിസ്റ്റ് ജസ്ന ശിവശങ്കർ മാം ആണ്. മാം നമസ്കാരം. വീണ്ടും ഒരു വെൽക്കമാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒന്ന് മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചും കൂടെ ചോദ്യങ്ങൾ മാമിന് വേണ്ടി ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചോദിച്ചു തീർക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് മാം എഴുതിയ ഓതർ ചെയ്ത ബുക്കിനെ പറ്റി സംസാരിക്കാം. ഫിംഗർപ്രിന്റ് സൂത്ര എന്നാണ് പേര്. 3 വോളിയൂംസ് ഉണ്ടെന്ന് മാം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വോളിയൂം റിലീസും ചെയ്തു. ഈ മെയിലായിരുന്നു ബുക്കിന്റെ റിലീസ്. അപ്പോൾ എന്താണ് ആ ബുക്കിൽ പറയുന്നത്? എന്തിനെ പറ്റിയിട്ടാണ് ആ ബുക്ക്? അത് നമ്മളുടെ ഫിംഗർ പ്രിൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട്. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പഠിച്ച് ഒരു 2 ലക്ഷം പ്രിൻ്റ് നമ്മൾ പഠിച്ചിട്ട് അതിനകത്തുനിന്നുള്ള നമ്മളുടെ റിസൾട്ട്സാണ് നമ്മൾ ബുക്കായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആ ബുക്ക് ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് വായിക്കണമെന്ന് വെച്ചോ, ആ വായിക്കുന്നതിനെ എനിക്ക് മനസ്സിലാക്കാൻ പാകത്തിന്, ഒരു സാധാരണക്കാരന് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിനാണ് ബുക്ക് എഴുതിയേക്കുന്നത്. അതിനകത്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ കിട്ടും. എന്തൊക്കെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ്സിൽ വരാമോ, ആ വരുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻസ്, അതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഇൻ്റർപ്രിറ്റേഷൻസ് ഒന്നുമില്ല, മറിച്ച് ഇതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഫസ്റ്റ് സീരീസ്. പിന്നെ അതിൻ്റെ പുറകെയാണ് ഇതിൻ്റെ ബേസിസിൽ നമ്മൾ തിയറൈസ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ ഇന്നേറ്റ് തിയറി. ഹ്യൂമൻ ഇന്നേറ്റ് തിയറിയാണ് അതിൻ്റെ 2nd വോള്യൂം വരാൻ പോകുന്നത്. 3rd നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻസ് വരുന്നത്. അങ്ങനെ 3 ഏരിയ ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് തിയറി അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് 2nd പാർട്ട്. ഓക്കെ. ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ടറി പാർട്ട് ആയതുകൊണ്ട് ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വായിച്ചാലും അത്യാവശ്യം മനസ്സിലാവുമായിരിക്കും. പക്ഷെ വാട്ട് അബൌട്ട് 2nd and 3rd വോളിയം? 2nd ആ തിയറി ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന കാര്യം ഒരു ലെയ്മൻ ആയിട്ടുള്ള ആൾക്ക് വായിച്ചാൽ, ഇംഗ്ലീഷ് എല്ലാം അങ്ങനെ തന്നെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷ് ടെക്സ്റ്റുകളെല്ലാം തന്നെ. പിന്നെ അത് നമ്മളുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും സ്വന്തം മദർ ടങ്ങിലേക്ക് അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് നടക്കട്ടെ എന്നൊരു മീഡിയത്തിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ഓക്കെ. അതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകൾ വരികയാണെങ്കിൽ അത് സാൻസ്ക്രിറ്റിലാണ് വരിക. അപ്പോൾ അതൊരു കുറച്ചുകൂടെ അക്കാഡമിക് ടെക്സ്റ്റ് ആണത്. ഇത് കുറച്ച് ആളുകൾക്ക് പരിചയം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശാസ്ത്രമുണ്ടെന്നും നമ്മുടെ നാട്ടിലേതാണെന്നും ഇത് യൂസബിൾ ആണെന്നും ആളുകൾക്ക് അറിയാൻ പാകത്തിനാണ് നമ്മൾ ഈ ബുക്കുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇതിന്റെ ട്രാൻസ്ലേഷൻസ് അപ്പോൾ ഇനി ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? റീജിയണൽ ലാംഗ്വേജസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം റീജിയണൽ ലാംഗ്വേജിൽ വരുമ്പോഴേ നമ്മൾ എത്ര വേറെ ഭാഷ സംസാരിച്ചാലും ഒരു തെന്നി വീഴുമ്പോൾ നമ്മൾ വിളിക്കുന്നത് അമ്മേന്നാണ് അല്ലെങ്കിൽ അയ്യോന്നാണ്. അത് നമുക്ക് അങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ഹാർട്ട് ലാംഗ്വേജ് ആണ് നമ്മളുടെ മദർ ടങ്. അതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ പോകുന്നതാണ് നല്ലത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 2nd പാർട്ടിന്റെ റിലീസിന് എന്നത്തേനായിരിക്കും? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ. 24 എന്തായാലും ഉണ്ടാവും. ഓക്കെ. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ കരിയർ ആസ്പെക്ട്സിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കൂടുകയാണ്. അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെ കുട്ടികൾ ഈവൻ സൂയിസൈഡ് അറ്റംപ്റ്റ്സിലേക്ക് വരെ പോകുന്ന കുട്ടികളും ഉണ്ട്. ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് അനാലിസിസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ 2 ആസ്പെക്റ്റിൽ കൂടെ കാണണം. ഒന്ന് സോഷ്യൽ ആസ്പെക്റ്റാണ്. നമ്മുടെ കുട്ടികൾ എത്രത്തോളം എക്യുപ്ഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. നമുക്കുള്ളത് കുറച്ച് കരിയർ കൗൺസിലിങ്സ് നമുക്ക് നടത്താം, പിന്നെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്താം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നടത്താം. പക്ഷേ അതിൻ്റെ ഡെപ്തിലേക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയാനുള്ളൊരു മാർഗ്ഗമില്ല. അപ്പം ഒരു സർജൻ ആവാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ വയറ് കീറി മുറിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തുള്ളത് കാണാൻ എനിക്ക് പാകത്തിനാണോ ഞാനെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് വരുന്നത് കൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട്സ് കൂടുന്നത്. പിന്നെ ബൈ ബർത്ത് ഇഫ് യുവർ ഇൻ്റലിജൻസ് ഇസ് നോട്ട് പെർമിറ്റിംഗ്, നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് ആ പ്രത്യേക പ്രൊഫഷനിലേക്ക് പോകാനുള്ളത് ഇല്ല എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല.
അപ്പം നമ്മൾ ഒരു വാല്യൂ നമ്മൾ നിസ്സാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ എനിക്ക് ടീച്ചർ ആവാൻ ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾ പറയും, അവർ പഠിപ്പിക്കുന്നത് കളിക്കുന്നത് കാണാം, വിച്ച് ഈസ് ഇൻബിൽറ്റ്. അവർ കണ്ട എല്ലാ കുട്ടികളും ടീച്ചർമാരാവുന്നില്ല. എന്നാൽ ചില കുട്ടികളെ നിങ്ങൾക്ക് കാണാം, ഒരു വണ്ടിയോ ഒരു ബസ്സോ എന്തെങ്കിലും ഒരു ചെറിയ ടോയ് കൊടുത്താൽ ഇങ്ങനെ അതിങ്ങനെ കൊണ്ടു നടക്കുന്ന കാണാം, അതിനെ പൊളിച്ചു പണിയുന്നത് കാണാം, വിച്ച് എവ്രി വൺ ഡസൻ ഡു. ചില കുഞ്ഞുങ്ങൾ അവരുടെ ടോയ്സ് അവർ 25ാമത്തെ വയസ്സിൽ ചോദിച്ചാലും പറയും ഇതെൻ്റെ 3ാമത്തെ വയസ്സിൽ കിട്ടിയതാന്ന് പറയും. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇൻ്റലിജൻസ് ബേസ്ഡ് ആണ്. ബൈ ബർത്ത് കൊണ്ടുവരുന്ന ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ ബേസ്. അതറിഞ്ഞ് അതിൻ്റെ കപ്പാസിറ്റി അറിഞ്ഞ് പ്രൊഫഷനിൽ പോകുമ്പോൾ മാത്രമാണ് അതെനിക്ക് ഈസി ആവുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈസി അല്ല. അത് ഞാൻ എവിടെയൊക്കെയോ കിടന്ന് മനസ്സിലാകാത്ത സാധനം തലകുത്തി മറിയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോവാം, അതൊരു ഏരിയയാണ്. ഇപ്പോൾ ഈ അടുത്ത് പേപ്പറിലൊക്കെ തന്നെ ഒരു ആർട്ടിക്കിൾ പോലെ വന്ന കാര്യമാണ്, നമ്മുടെ മെഡിക്കൽ കോളേജിൽ MBBS ഏതോ 3 കോളേജിലൊക്കെ ഒരുപാട് താഴെയാണ് അതിൻ്റെ പെർസെൻറ്റേജസ്. പിന്നെ ഏതൊക്കെയോ ഇതിനകത്ത് ഫസ്റ്റ് ഇയർ പെർസെൻറ്റേജുകൾ ജയിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു. സാധാരണ നമ്മൾ അക്കാഡമിക്സ് എടുത്ത് വെച്ച് നോക്കിയാൽ ഫസ്റ്റ് ഇയറിലെ മാർക്കിൻ്റെ ഈ വേരിയേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അവരെങ്ങനെയെങ്കിലുമൊക്കെ 4 വർഷം 5 വർഷത്തെ കോഴ്സ് പോട്ടെ, 3 വർഷത്തെ കോഴ്സാണ്, 4ാമത്തെ കൊല്ലം 5ാമത്തെ കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ എഴുത്തോളും. ഇതാണ് നമ്മുടെ ഒരു വിശ്വാസം വരുന്നത്. പക്ഷെ ആ ഡ്രോപ്പ് ഔട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടികൾക്ക് ഇത് പറ്റാത്തൊരു സാധനമാണ്. ആ പറ്റാത്ത ആളെ എങ്ങനെയാണ് ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അതിന് പകരം ഇയാൾക്ക് നേരത്തെ പറ്റുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കരിയറിൽ ഇറ്റ് ഈസ് ആൻ ഈസി ഫ്ലോ. ഡാം കെട്ടി നിർത്തി നിങ്ങൾ അതുമേൽ ജോലി എടുക്കേണ്ട കാര്യമില്ല. ആ വെള്ളം അങ്ങ് ഒഴുകും. അതുപോലെ തന്നെ കരിയർ പ്രോപ്പറായിട്ട് പോകും. എനിക്ക് മനസ്സിലാകുന്ന ഒരു കരിയറിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ പിടിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി, എനിക്കൊന്നും മനസ്സിലാവില്ല. കാരണം കണക്കുകൾ കൂട്ടി കുറച്ച് കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസമുള്ളൊരു ബുദ്ധിയാണ് എൻ്റേത്. അതേസമയം ഇങ്ങനത്തെ റിസർച്ചിനകത്തും വിഷയത്തിനകത്തും എനിക്ക് കൊള്ളാം. അതുകൊണ്ട് മാത്രമാണ് ജസ്ന എന്ന ആൾക്ക് ഇന്ന് ഫിംഗർ പ്രിന്റിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. എൻ്റെ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ എനിക്ക് ഇതൊന്നും ആവാൻ പറ്റില്ല. അതൊരു സത്യം. അപ്പോൾ കരിയർ ഈ ഡ്രോപ്പ് ഔട്ട്സ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ എന്താ പറയുക, +1 മുതലേ കുട്ടികൾക്ക് സ്ട്രഗിളാണ്. നിങ്ങളൊരു 9th-ലോ 10th-ലൊക്കെ അത് നോക്കിയാൽ അത് നിങ്ങൾക്കൊരു സ്വസ്ഥമായിട്ട് കുട്ടികൾക്ക് ട്രാൻസിഷൻ ഈസിയാവും. അവരവരായിട്ട് ജീവിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ കരിയർ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലി പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഈ ഇന്ന കോഴ്സ് അല്ലെങ്കിൽ ഇന്ന കരിയർ ചൂസ് ചെയ്താലേ സക്സസ്ഫുൾ എന്നുള്ള ഒരു ടാഗിന്റെ താഴെ വരുള്ളൂ എന്നുള്ളൊരു ഒരു അതൊരു പണ്ട് തൊട്ടേ ശീലിച്ചു വരുന്ന ഒരു രീതിയാണ്. അതേപോലെ തന്നെ സ്കൂളുകളിൽ ഇതിൻ്റെയൊക്കെ ബേസ് സ്കൂളുകളിലാണല്ലോ. സ്കൂളുകളിൽ പ്രോപ്പറായിട്ടുള്ള ഇങ്ങനെ കുട്ടികളെ എക്വിപ്പ് ചെയ്യാൻ മാത്രമുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല. എത്രമാത്രം എക്വിപ്ഡ് ആയിരിക്കണം? അതേപോലെ പാരൻസിനും ഉണ്ടാവേണ്ട ഒരു തരം അവയർനെസ് ഉണ്ട്. മേഘ ഇത് പാരൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ അടുത്ത് അവിടെ ചെയ്തൊരു ഫിംഗർ പ്രിന്റിന്റെ അസസ്മെന്റിന്റെ കഥ പറയാട്ടോ. അച്ഛനും അമ്മയും ഡോക്ടറാണ്, ഒരു മോനേ ഉള്ളൂ. മോനെ ഇവർക്ക് ഡോക്ടറാണ്, കുട്ടി ഡോക്ടർ അല്ലാണ്ട് വേറെ ഒന്നും ആകുകയില്ല. നീറ്റ് എഴുതി എനിക്കൊന്ന് 3-4 ഇത്രയോ ആയി. ആൻഡ് ഹീസ് ടയേർഡ്. അപ്പം ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവന് ഡോക്ടർ തന്നെ ആവുകയും വേണം. എന്തുകൊണ്ടിട്ടാണ് ഇവൻ ഡോക്ടർ ആവാനുള്ള പരീക്ഷ പാസ്സാവാത്തത്? ഇത് എഴുതി കയറിയിട്ട് വേണമല്ലോ അവൻ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഇവൻ്റെ ഫിംഗർ പ്രിൻറ്റിനകത്ത് നമ്മൾ പ്രിൻറ്റുകളെ തന്നെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. വേർ ഇൻ യുവർ ലൈഫ് ആക്ച്വലി റൈസസ് ഫ്രം യുവർ ഫാമിലി വാല്യൂ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ മോൻ്റെ ഇതിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ ഈ മോൻ്റെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഏരിയയിൽ ഹീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹീ ഈസ് വെരി കോഷ്യസ് ഗൈഡ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൺഫ്യൂഷൻ കിടക്കുന്നത് എനിക്ക് ഡോക്ടറായാൽ നല്ലതാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ്, ഞാനത് ചെയ്യണം. പക്ഷെ ഇവൻ്റെ മനസ്സിനകത്ത് ഇവൻ്റെ അച്ഛനും അമ്മയും ഡോക്ടർ ആയതുകൊണ്ട് അവൻ അനുഭവിച്ചേക്കുന്ന ബുദ്ധിമുട്ടുകൾ മുഴുവനും ഉണ്ടാവും. ഈ ബുദ്ധിമുട്ട് ഹീ വിൽ നോട്ട് ലൈക്ക് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു ഹിസ് ചൈൽഡ്. അവനതിനൊട്ടും താല്പര്യമില്ല. കാരണം അത് അവൻ്റെ സെൽഫ് ചോയ്സാണ്.
അപ്പോൾ ഇവൻ ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഈ കുട്ടി എങ്ങനെ എക്സാം എഴുതി പാസ്സാവും? ഈ ചോദ്യമല്ലേ. പാരൻസ് ചോദിക്കുന്നു, എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ നാട് അങ്ങനെയാണ്. എൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നുണ്ടോ ഞാൻ എൻ്റെ വീടും പറമ്പും പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. വിച്ച് വാസ് നോട്ട് ദ കേസ് ലോങ് ബാക്ക്. ഇപ്പം അങ്ങനെ അല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചെയ്യാൻ തയ്യാറാവുന്നതിനൊപ്പം ഇതിന് ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് നമ്മൾ അറിയാതെ പോകുന്നതിൻ്റെ ഒരു വിഷമമാണ്. എത്ര നാളായിട്ട് ആ മോൻ ഒരു ഡിഗ്രി പോലും ഇല്ലാതെ വീട്ടിലിരിക്കുക. പിന്നെ നമ്മൾ അതിനെ സംസാരിച്ച് നമുക്കതിനെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ. അപ്പൊ ആ ഇപ്പൊ പറഞ്ഞ ആ കുട്ടിയും അവെയർ അല്ലായിരുന്നു ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്. അത് മുഖത്ത് നോക്കി നമ്മൾ പച്ചനെ പറയുമ്പോഴാണ് അവന് പോലും ആ ശരിയായിരുന്നു. ഹി വിൽ അക്നോളജ്. അപ്പോഴേ അക്നോളജ്മെന്റ് വരുന്നുള്ളൂ. ശരിയാട്ടോ, ഇങ്ങനെയാണ് കേട്ടോ, മനസ്സിലായി. ഇത് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടെ അയയാൻ തയ്യാറായി. ബട്ട് ദെൻ ഇറ്റ് ഈസ് ദെയർ, ദ വാല്യൂ ഈസ് ടേക്കൺ ഫ്രം ദ ഫാമിലി. പക്ഷെ ഇനി ധൈര്യമായിട്ട് എഴുതി കയറും. കാരണം എന്താണ്, എനിക്കറിയാം ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക്, എനിക്കറിയാം ദിസ് ഐ ഹാവ് ടു ഹാൻഡിൽ ഇൻ എ ഡിഫറെൻറ്റ് മാനർ. ഐ മേ നോട്ട് ഗോ ഫോർ എ പാർട്ട്ണർ ഹു ഈസ് എ ഡോക്ടർ. അപ്പോൾ അങ്ങനത്തെ ആസ്പെക്ട്സ് വരുമ്പോൾ പാരൻസ് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. രണ്ട്, ഈ പാരൻ്റൽ വാല്യൂസ് എടുക്കാത്ത ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ എത്ര പ്രഷറൈസ് ചെയ്താലും വീട്ടിലേതെല്ലാവരും ഡോക്ടേഴ്സാണ്, ഇവ മാത്രം തലതിരിഞ്ഞിരുന്നുണ്ടാവും. അതും ബൈ ബർത്ത് വരുന്നതാണോ? ഫാമിലി വാല്യൂസ് എടുക്കാതെ വരുന്നതും? യു ആർ ബോൺ ഇൻഡിപെൻഡൻറ്റ് മീൻസ് യു ആർ ബോൺ ഇൻഡിപെൻഡൻറ്റ്, യു ആർ ബോൺ ടു ലീവ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വൽ ഈസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. അങ്ങനെ വരുന്ന കുട്ടികളെ എങ്ങനെ നിങ്ങൾക്ക് തല്ലിപ്പഴിപ്പിക്കാൻ പറ്റും? അപ്പോൾ നമ്മളവരെ വിട്ടാൽ ചിലപ്പോൾ ആ കുട്ടിയുടെ സാഹചര്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഇത് വെച്ചിട്ട് അത് എതിർത്തില്ലായിരിക്കും, പക്ഷെ അത് അച്ചീവ് ചെയ്യില്ല. അത് നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്. കുട്ടി എഫേർട്ട് ഇടുന്നുണ്ടോ? ഉണ്ട്. കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതാണ് റീസൺ. ഇത് പാരൻസ് സൈഡ്. സ്കൂൾസ് എക്യുപ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫാക്റ്റാണത്. അപ്പോൾ പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് നമ്മളൊക്കെ ജോലിക്കാണ് ഇന്ത്യക്ക് വെളിയിൽ പോയിരുന്നത്. പിന്നെ PhDക്ക് പോകാൻ തുടങ്ങി, PGക്ക് പോകാൻ തുടങ്ങി, ഡിഗ്രിക്ക് പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അതായത് നമ്മൾ ഏത് രാജ്യത്തിന് പോകുന്നു ആ രാജ്യത്തിന് നമ്മളെ കൊണ്ട് ഗുണമാണ്. കാരണം നമ്മുടെ ഫീസ് അവിടെയാണ് പോകുന്നത്. അവരൊരു ഓഫർ ചെയ്യാൻ പോകുന്നതും അവർക്ക് വേണ്ടിയാണ്. ഒരു ഓഫർ അവർ വെക്കുകയാണ്. 12th മുതൽ നിങ്ങൾ ഇവിടെ പഠിച്ചു കയറുകയാണെങ്കിൽ UGക്ക് നിങ്ങൾക്ക് നേരെ കയറാം. നമ്മുടെ നാട്ടിലെ പാരൻസ് ചിന്തിക്കില്ലേ? ഇത് കുറച്ചുകൂടെ താഴും. അപ്പോൾ ഇന്നിപ്പം പേപ്പറിലൊക്കെ കിടപ്പുണ്ട്, മെറിറ്റ് സീറ്റ് പോലും കാലിയാണ്, നാളെ സ്കൂൾസ് കാലിയാവും. Why? Because we are not equipped to take it forward. പിന്നെ സ്കൂള് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. കാരണം സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സ്കൂൾ ഫങ്ഷൻ ഒരു കുട്ടിക്ക് സഹായകരമാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏതാണെന്ന് അറിയാമോ മേഘയ്ക്ക്? ഇറ്റ് ഈസ് നോട്ട് ദ പാരൻസ്, നോട്ട് ദ ടീച്ചേഴ്സ്, ബട്ട് ദ സ്കൂൾ മാനേജ്മെൻറ്റ്. വിഷനറി അല്ലാത്തൊരു മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ആ സ്കൂളിലാക്കിയാൽ കുഴപ്പമുണ്ടോ, ഈ സ്കൂളിലാക്കിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിഷനറി ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റ് ഉള്ള സ്കൂളിലാണ് നിങ്ങൾ പൈസ മുടക്കുന്നതെങ്കിൽ പ്രയോജനമുണ്ട്. കുട്ടി ഗെറ്റ്സ് ബെനിഫിറ്റഡ്. കാരണം ദേ വിൽ മോൾഡ് ദ ടീച്ചേഴ്സ്. അസറ്റ് ക്രിയേഷനിൽ നിൽക്കുന്ന മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇപ്പം മേഘ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് സ്കൂൾസാണ്. കോടിക്കണക്കിന് ആസ്തിയാണ്, 1500 താഴെ കുട്ടികളാണ്. വൈ? ബിക്കോസ് ദേ ഫോക്കസ്ഡ് ഓൺ അസറ്റ് ക്രിയേഷൻ. അവരുടെ അസറ്റിനകത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും ഈ ഡെവലപ്മെൻറ്റും വിഷൻ എന്ന് പറയുന്ന ഏരിയ ഡിഡ് നോട്ട് ബിക്കം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്കൂള് എങ്ങനെ എക്വിപ്ഡ് ആവും? അപ്പോൾ അസറ്റ് വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ള ചോദ്യത്തിന് അവർക്കൊരു മറുപടി ഉണ്ടാവണം. അവിടെ നിന്ന്
നമ്മുടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, BEdോ അല്ലെങ്കിൽ PhDയോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡയറക്റ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ടീച്ചേഴ്സ് വരുന്നത്. ഇതിൻ്റെ പരിചയം അത് ഇതൊക്കെ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ഇങ്ങനെ വരുന്ന ആളുകൾ അവർക്ക് പിന്നീട് ഒരു പ്രോപ്പർ ട്രാൻസിഷൻ നടക്കുന്നില്ല ടു എ ടീച്ചർ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു ഹാൻഡ് ഹോൾഡിങ് കിട്ടാൻ പ്രയാസം. നമ്മൾ മെൻറ്റർഷിപ്പൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്കൂളുകളും മെൻറ്റേഴ്സിനെ ഏൽപ്പിക്കുന്നുണ്ട്. മെൻറ്റർ കേപ്പബിൾ ആവണ്ടേ? കേപ്പബിൾ അല്ലാത്ത മെൻറ്റർ എന്ത് ഹാൻഡ് ഹോൾഡ് ചെയ്യാനാണ്? അപ്പോൾ പിന്നെ വരുന്നതാണ് ഈ ഷോർട്ടായിട്ട് ആളുകൾ വന്നിട്ട് കരിയറിൻ്റെ ഒരു ചെറിയ സെഷൻ, 2 hour സെഷൻ, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു 2 hour സെഷൻ. എസ്പെഷ്യലി 10th-ലും 12th-ലും പഠിക്കുന്ന കുട്ടികൾക്കുള്ള കരിയർ കൗൺസിലിംഗ് അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ നടക്കുന്നത്. അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഞങ്ങൾ കണ്ടേക്കുന്നത്. കാരണം കുട്ടിക്ക് ഒരു പ്രോപ്പർ ഹാൻഡ് ഹോൾഡിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് അതിനെ ഒരു കരിയറിലേക്ക് കയറ്റി വിടുക എന്ന് പറഞ്ഞത്, നമ്മളുടെ ജീവിതം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടല്ല, നമ്മൾ ഓരോ ഘട്ടത്തിനിടയ്ക്ക് ഓരോ ട്രാൻസിഷൻസ് ഉണ്ട്. അത് പ്രോപ്പറാക്കി കൊടുക്കാൻ കഴിയണം. ആ ഏരിയ വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾസ് ആസ് സച്ച് നോട്ട് എക്യുപ്ഡ്. സ്കൂൾ മാനേജ്മെൻറ്റ് എത്രത്തോളം എക്യുപ്ഡ് ആണ് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ 2008-ലാണ് ARCCP കൊണ്ടുവരുന്നത്. 2009 മുതൽ ഞാൻ പല സ്കൂൾസിലും ഞാൻ ഇതുപോലെ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാം, പാരൻസിൻ്റെ പ്രോഗ്രാം, ഈ പറയുന്ന കുട്ടികളുടെ പ്രോഗ്രാം ഓടി നടന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും മാനേജ്മെൻറ്റിന്, ഇങ്ങനത്തെ പ്രോഗ്രാംസ് നടത്തണതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂള് കുറച്ചും കൂടെ നന്നായിട്ട് അത് പെർഫോം ചെയ്ത് ഈ സ്കൂളിനൊരു പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങുമ്പോൾ ഒരു വാലിഡിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യണം. ഇതൊരു ലോങ് ടേം പ്രോജക്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? പലപ്പോഴും ഞാൻ കാണാറുണ്ട് മാനേജ്മെൻറ്റ് മുഖം ആദ്യം മാറും. കാരണം ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ്. ഐദർ ദേ ആർ നോട്ട് റെഡി ഫോർ ഇറ്റ് ഓർ ദേ ഡോണ്ട് വാണ്ട് ഇറ്റ്. ചില ആളുകളുണ്ട്, ദേ വിൽ സേ നമുക്ക് ആലോചിക്കാം, നമുക്ക് ചിന്തിക്കാം, പക്ഷേ ദേ വിൽ നോട്ട് ഫോളോ അപ്പ്. കാരണം ആഗ്രഹമുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനകത്തേക്ക് ഇറങ്ങാനുള്ള കെൽപ്പ് കുറവാണ്. ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ നമ്മളൊരു 10 വർഷം കൂട്ടിക്ക് ഒറ്റ സ്കൂളാണ് തിരിച്ച് നിന്ന പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് we want to work on the teachers. We want to make it happen. We want our kids to be helped. ഇതൊരു കണ്ടിന്യൂസ് ഒരു മാനേജ്മെൻറ്റിൽ നിന്നും അവരുടെ ചെയർമാന് അവരൊക്കെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഷോക്കാണ്. I was not expecting, though I started asking this question from 2009. ഈ 2023 ഒരു സ്കൂൾ ഒരു പ്രിൻസിപ്പൾ. വൈ? ബിക്കോസ് പ്രിൻസിപ്പളിൻ്റെ കേപ്പബിലിറ്റി രണ്ടിലും വരണം. ടീച്ചിങ്ങിനെ കുറിച്ചിട്ടും അറിയണം, മാനേജ്മെൻറ്റും അറിയണം. അത് രണ്ടും നന്നായി കൊണ്ടു നടക്കാൻ കെൽപ്പുള്ള ഒരാളായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊമോട്ടിങ് വന്നത്. ഇനഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന BEd കഴിഞ്ഞ കുട്ടികളിൽ ദേ ആർ ഓൾസോ പ്രോഡക്റ്റ് ഓഫ് ആ സ്കൂൾസ് ഉണ്ട്. ആ പ്രോഡക്ട്സ് വന്ന് കഴിയുമ്പോഴത്തേക്കും ദേ ആർ ടോട്ടലി ഇൻ ടു ഡിഫെൻസ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് നമുക്ക് സംസാരിക്കുമ്പോൾ പറയാം, ടീച്ചേഴ്സ് ഏത് പ്രൊഫഷനിൽ എടുത്താലും ദേ ഗെറ്റ് ഹേർട്ട് വെരി ഫാസ്റ്റ്. ദേ ഗെറ്റ് ഇൻ ടു ദ ഡിഫെൻസ് മോഡ് ആൻഡ് ദേ സ്റ്റാർട്ട് ആർഗ്യൂയിങ്. അതിന് വേറൊരു വശമുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും ഭയങ്കര പ്രയാസമാണ്. വൈ? ബിക്കോസ് ദേ ആർ ടോട്ട് യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. സ്കൂൾ വരെ ഇറ്റ് വാസ് ഓക്കെ. ഇത് വരുന്നതിൻ്റെ ഒരു വലിയ റീസൺ അവിടെയാണ്. സ്കൂൾ വരെ എവറിത്തിങ് ഈസ് ഓക്കെ. 12th വരെ ഞാൻ തോറ്റിട്ട് പോലും ഉണ്ടാവില്ല. ഗ്രാജുവേഷന് കയറുകയും ഒരു പ്രൊഫഷണൽ ഗ്രാജുവേഷൻ ആവുകയും എനിക്കൊരു ബാക്ക് പേപ്പർ വരിക എന്ന് പറഞ്ഞാൽ തോൽക്കുക എന്ന് പറഞ്ഞത് ആ കുട്ടി അവിടെ പഠിക്കുക. അത് പഠിക്കുന്ന ആൾ എങ്ങനെ അവനവൻ്റെ പ്രൊഫഷനിൽ വരുമ്പോൾ എക്യുപ്റ്റ് ആവും എന്നൊരു ചോദ്യം വരുമ്പോൾ ആകാനുള്ള സാധ്യതകൾ എത്രത്തോളം എന്നത് നമ്മൾ സമൂഹം എന്ന നിലയ്ക്ക് ചിന്തിക്കണം.
ഇവിടെയാണ് ഈ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്കുകൾക്കൊക്കെ ഈ ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്റർ ഒക്കെ നമുക്ക് ശരിക്കും ബാധകമാവുന്നത്. ഹൗ എക്വിപ്ഡ് ദേ ആർ. അതിന് അവരുടെ പ്രൊഫഷനിൽ വരുമ്പോൾ അതെല്ലാം കാണാൻ കിട്ടും. സ്കൂൾസിനെ എക്വിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഹു ഹാസ് എ വിഷൻ. നമ്മൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഇൻഫോസിസിലോ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ബോതേഡ് അബൌട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട്. മെക്കാണോ വേറെ ആണോ എന്തോ ആയിക്കോട്ടെ, യു കം ഡൗൺ, വി വിൽ ട്രെയിൻ യു. അത് ഞങ്ങളുടെ ജോലിയാണ്. വി വിൽ ട്രെയിൻ യു ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ ഏബിൾ ടു ഡു യുവർ ഡ്യൂട്ടി പ്രോപ്പർലി. നമ്മുടെ സ്കൂളുകളിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? How can you reduce a development program to a 2-hour program to a week program? You cannot do that. Nothing changes. അപ്പോൾ കണ്ടിന്യൂസ് സാധനം കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹാൻഡ് ഹോൾഡിങ് മാനേജ്മെൻറ്റ് എപ്പോൾ ടീച്ചേഴ്സിനെ ചെയ്യുന്നോ അപ്പോൾ മാത്രമേ സിസ്റ്റം വ്യത്യാസം വരുള്ളൂ. അപ്പോൾ മാത്രമേ ഈ ടീച്ചേഴ്സിന് എൻ്റെ കുട്ടികൾക്ക് എക്സ്ട്രാ എന്ത് കൊടുക്കാനോ എനിക്ക് പറ്റും എന്നുള്ളത്. കാരണം അവർ പൊട്ടൻഷ്യലിൽ കയറി കഴിഞ്ഞാൽ they will naturally think about it. ഇന്ന് എത്ര ടീച്ചേഴ്സിന് അത് സാധിക്കും? ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്നുവെച്ചാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 71 കുട്ടികളെ ഞങ്ങളൊരു ക്ലാസ്സിലെ. ആ 71 കുട്ടികളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 തേർഡ് ക്ലാസ്, 4 സെക്കൻഡ് ക്ലാസ്, ബാക്കിയെല്ലാം ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനുമാണ്. എങ്ങനെ പഠിപ്പിച്ചു ആ ടീച്ചേഴ്സ്? അതൊരു ഹാൻഡ് ഹോൾഡിങ് അല്ലേ? ഇന്ന് 20 കുട്ടികൾ കഷ്ടി ഉണ്ടാവും, അതുപോലും മാനേജ് ചെയ്യാൻ വയ്യ. Why? Because they are not equipped. They are not disciplined. ഡിസിപ്ലിൻ ചെയ്യാൻ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും, ഈ ടീച്ചേഴ്സ് അനുസരിക്കില്ല. വൈ? ബിക്കോസ് ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ഡിസിപ്ലിനിങ് ദം. ഇങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഇത് ശരിയാകാതെ ഈ കുട്ടികൾക്ക് ട്രാൻസിഷൻ ഫേസിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് ഐ റിയലി ഡോണ്ട് തിങ്ക്. ഒത്തിരി മാറണം നമ്മൾ. ഞങ്ങളെപ്പോഴും പറയും, ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, പ്രോഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ദ സ്കൂൾസ് ആർ ഗുഡ്. ഒന്ന് ആലോചിച്ച് നോക്കി, ചാണക്യൻ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ ഒറ്റ വാക്കിലൊരു യൂണിവേഴ്സിറ്റി മുഴുവൻ ഇളകി. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പവർ എ ടീച്ചർ ക്യാൻ ഹാവ്, ആൻഡ് ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം യു ഹാവ് ടു ക്രിയേറ്റ്. നമ്മൾ മലയാളികൾ പഠിച്ചേക്കുന്നത് അവനവൻ്റെ നാട്ടിൽ നിൽക്കേണ്ട പുറത്തെ നാട്ടിൽ നിന്നാൽ മതി. വൈ? ബിക്കോസ് വി വെർ നെവർ ടോട്ട് ടു ഫേസ് ചാലഞ്ചസ്, വി വെർ നെവർ ടോട്ട് ടു ബി ഡിസിപ്ലിൻഡ്. അപ്പോൾ ഇത് നമ്മളുടെ സ്കൂളിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മളുടെ ഭരണ സംവിധാനത്തിൽ വരുന്നവരെല്ലാം നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ യു ലുക്ക് ഇൻ ടു ദ ഓവറോൾ സൊസൈറ്റി, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സ്കൂൾസ് ഫങ്ഷൻ. Why the schools are not capable? When the schools are capable, society naturally grows, which is a fact. ഇതിനിടയ്ക്ക് മേഘയുടെ ക്വസ്റ്റ്യന് ഞാൻ എന്താ മറുപടി പറയാം? They should be equipped. ഇനി they don't have a chance. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 12th കുട്ടികൾ അവർ കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പം 9th 10th പോകും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ പിള്ളേർക്ക് ഏറ്റവും എളുപ്പം എന്താ, അവിടെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ സ്കൂളിലൊന്നും കുട്ടികളുണ്ടാവില്ല. നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയ ക്രൈസിസ് എന്താ വെച്ചാൽ പലർക്കും സ്വന്തം പേര് കൊണ്ട് എഴുതാനും അറിയില്ല. PhDയുടെ പാർട്ടിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സൈക്കോമെട്രിക് അസസ്മെൻറ്റ്സ് എടുത്തുമല്ലോ. പല കുഞ്ഞുങ്ങളുടെയും എനിക്ക് ഇന്നും വേദനയാണ് കേട്ടോ അത് പറയുമ്പോൾ. ഞാൻ അവരുടെ പേരിൻ്റെ അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇറ്റ് ഈസ് എ റിയാലിറ്റി. എത്ര പ്രായം, ഏത് ഏജ് കാറ്റഗറി? 9th ചെയ്തത്. 9th പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പേരെഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, അങ്ങനെയുള്ള കുറേ സ്റ്റഡീസ് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കുറേ സ്കൂൾസിൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു സർവേ എടുത്തു കഴിഞ്ഞപ്പോൾ അതെന്താ അറിയാമോ, ഭാഷ അത് എവിടെ നശിച്ചു പോകുന്നു. ഭാഷ നമുക്ക് റീറ്റെയിൻ ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നു. ഭാഷയുടെ അടിസ്ഥാനം ഗ്രാമറാണ്. ഗ്രാമർ തൊടുന്നേ ഇല്ല നമ്മൾ. അപ്പം ഭാഷ പോയി. ഭാഷ നന്നാവാതെ എവിടെ ശാസ്ത്രം വളരാനാണ്? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ
എന്തെങ്കിലും ചെയ്ത് ഒരു ബിസിനസ് എന്നും പറഞ്ഞ് അവസാനം വന്ന് കുറേ എന്തൊക്കെയോ പഠിച്ചു, കുറേ കളഞ്ഞു, പാസ്സായി, ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബിസിനസ്സായി, എന്തെങ്കിലും നമ്മൾ വിജയിക്കുമോ അതുമില്ല. ആകെ ഒരു മെസ്സാണിപ്പോൾ. ഇത് നിവർ ഓൺലി ഇഫ് ദ ട്രയാങ്കിൾ ഈസ് റെഡി. സ്കൂൾ മാനേജ്മെൻറ്റ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വിൽ ബി എക്യുപ്ഡ്. അവരുടെ ഒപ്പം പാരൻസ് കൈകോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ആസ് എ ബ്യൂട്ടിഫുൾ ട്രയാങ്കിൾ. അതിനകത്ത് കുട്ടികൾ ഒരു നല്ല സമൂഹം അതിനകത്ത് വളരും. അതിനെ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാനില്ല. പോളിസീസ് കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. പോളിസീസ് കൊണ്ടുവന്നതല്ലേ 2 മണിക്കൂർ നേരത്തെ ട്രെയിനിങ്സ് ആയെന്ന്. പക്ഷെ മേ ബി ഇപ്പം ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇപ്പൊ തുടങ്ങണം. ഇപ്പൊ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ now is the time. Now you don't have an option. There is no choice. ഇപ്പൊ അതാണ് അവസ്ഥ. കാരണം ഇപ്പം അത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം അഡിക്ഷൻ്റെ റേറ്റ്. ഏതോ സ്കൂളിൽ ഇതുപോലെ പോയപ്പം ഒരു സാറ്, പോലീസിലാണ്, ഞാൻ ഒരു ഇത് പറയുന്നില്ല, he was so concerned about the kind of addiction happening among the 13 to 20. 13 തൊട്ട് 20 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ടീച്ചേഴ്സ് പറയും പാരൻസ് അല്ലേ നോക്കണ്ടേ. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കുന്ന കുട്ടിക്ക് ഹോംവർക്ക് നോക്കാനായിട്ട് പാരൻറ്റ് മതിയെങ്കിൽ വീട്ടിൽ എത്തി പഠിപ്പിച്ചാൽ പോരെ. സ്കൂൾ എന്തിനാ? പണ്ട് കാലത്ത് ഒരിക്കൽ പോലും നിങ്ങളുടെ വീട്ടിൽ എത്തി നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിക്കുമെന്ന് പറയത്തില്ലായിരുന്നു. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ്. കാരണം പല അച്ഛനമ്മമാർക്കും പ്രാപ്തിയില്ല. ആ പ്രാപ്തി ഇല്ലാത്ത അച്ഛനമ്മമാരുടെ മക്കളെ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്. അവരും ജോലി ചെയ്യുന്നതാണ്. അവർ ജോലി ചെയ്യുന്നത് എന്താ? അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളും സാലറി മേടിക്കുന്നത്. നിങ്ങളുടെ ശമ്പളമാണത്, നിങ്ങളുടെ സ്കൂൾ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർ ഓടുമ്പോൾ അവരെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ കുട്ടിയെ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല, ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ യു ആർ നോട്ട് എക്യുപ്ഡ്. ഇപ്പം നമ്മൾ കാണാം 13 to 20 ഏറ്റവും വൾണറബിൾ ഏജ് എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ഷൻ്റെ കാര്യത്തിൽ. ഇങ്ങനത്തെ ഏരിയാസൊക്കെ നമ്മൾ നോക്കി പിടിച്ചു തന്നെ ആവണം. ഇനി അത് എക്യുപ്ഡ് ആവണം. ദർ ഷുഡ് ബി സ്ട്രോങ് മോട്ടിവേഷൻ ആൻഡ് സ്ട്രോങ് ഓറിയൻറ്റേഷൻ. അതില്ല അസറ്റ് മാനേജ്മെൻറ്റ് മാത്രമുള്ള സ്കൂളുകൾ മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അസറ്റ് ക്രിയേഷൻ മാത്രം മതി ഞങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നാച്ചുറലി ക്ലോസ് ഡൗൺ. ദർ ആർ സ്കൂൾസ് ദാറ്റ് ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ. അങ്ങനെ അതുപോലെയൊക്കെ വരും. യെസ്.